ദേ ഒരാൾക്ക് കഞ്ഞി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിടന്ന് കളിക്കുന്ന കളിയാണ് കേട്ടോ. ഇപ്പം ഒരാൾക്ക് ഈ വണ്ടി വേണം. ഇതുവരെ ഈ വണ്ടിക്ക് അവിടെ മേലെ ബർത്തിൻ്റെ മേലെ കിടക്കായിരുന്നു. ഇപ്പം അതല്ലെങ്കിലും ഏതും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ ആവശ്യ സമയത്ത്, അതായത് നമ്മൾ ഉപയോഗിക്കേണ്ട ടൈമിൽ നമ്മൾ ഏതും ഉപയോഗിക്കില്ല. നമ്മൾക്ക് ആ പ്രായം അല്ലെങ്കിൽ ആ ഒരു ആവശ്യം കഴിഞ്ഞാൽ നമുക്കത് വേണ്ടി വരും. അത് സ്വാഭാവികമല്ലേ. മക്കളെ കാര്യമായാലും ഇത്ര വലിയതായാലും നമ്മളും അങ്ങനെ തന്നെയല്ലേ. നമ്മുടെ എന്ത് പറഞ്ഞാലും നമ്മളെ മൈൻഡിലേക്ക് അത് കയറില്ല. അന്ന സ്ഥാനത്ത് പിന്നെ ഒരിക്കൽ നമ്മളത് നോക്കുമ്പോൾ അത് ചെയ്താലെന്താ, അത് എടുത്താലെന്താ എന്നൊരവസ്ഥയാവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവും, മിക്ക ആൾക്കും ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഇപ്പോൾ നടക്കാനാവുന്ന കുട്ടികൾ ഉപയോഗിക്കുന്ന വണ്ടിയാണ്, ഇവൻ്റെ വണ്ടി തന്നെയാണ്. ഇപ്പോഴാണ് അതുമ്മ കളിക്കുന്നത്. അന്ന് അതുമ്മ ഇരുത്തി നമുക്ക് എന്തെങ്കിലും ഒരു പണി ചെയ്യുക, അല്ലെങ്കിൽ അവനൊന്ന് ഇരുത്തിയിട്ട് ഒന്ന് മുറ്റടിക്കാനൊക്കെ ഒന്ന് ചെയ്യാ വെച്ചിട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ അന്ന് അവൻ ഇതുവരെ അതുമ്മ ഇരുന്നതുമില്ല, അങ്ങനെ നടത്തം പഠിച്ചില്ല. പക്ഷെ ഇന്ന് അത്യാവശ്യം നടക്കാനും ഓടാനായപ്പോൾ അവനത് വേണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെ മക്കൾക്കൊക്കെ അങ്ങനെ തന്നെയല്ലേ. ഇന്നിപ്പോൾ ഒരു കഞ്ഞി കുടിക്കുക, എന്തൊരു ഫുഡ് കഴിക്കുക, കഞ്ഞി മാത്രമൊന്നുമല്ല, എന്ത് തന്നെ കഴിക്കാൻ എന്തോ ഒരു പാടറിയോ. വീട് ചുറ്റും ഞാൻ ഓടി നടക്കണം. എന്തെല്ലാം പറഞ്ഞിട്ടാ. എന്നാൽ ഫോണ് കയ്യിലുണ്ടോ പെട്ടെന്ന് ആൾ കുടിച്ച് കഴിയും. പക്ഷെ അതങ്ങനെ കൊടുക്കുന്നത് നല്ലതല്ലല്ലോ. അത് കൊടുത്താൽ പിന്നെ എപ്പോഴും അത് തന്നെ വേണം. അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് റിസ്ക് എടുത്താലും വേണ്ടിയില്ല, ഇങ്ങനെയൊക്കെ സമയം കളഞ്ഞിട്ടാണ് ഇച്ചിരി ഒന്ന് വായോട്ട് ഇറക്കുന്നത്. ഇപ്പം ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുറകോട്ട് പോരട്ടെ എന്നറിയാം. അതായത് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഷെഡിൽ കേൾക്കുമ്പോൾ പോരട്ടെ എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞാൽ മതി. പുറകോട്ട് പോരട്ടെ എന്ന് പറയാനാണ് ഇപ്പോൾ ഈ പറയാൻ ആക്ഷൻ കാണിക്കുന്നത് അല്ലേ. കുഞ്ഞുമക്കളുള്ളവർക്ക് മനസ്സിലാവും.